അതിൻ്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോയെന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെ അതിൻ്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. ദേവസ്വം ബോർഡിലെ വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഇന്നലെ പീഡനം കണ്ടെത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു. അത് സംബന്ധിച്ച് റിപ്പോർട്ട് സ്വാഭാവികമായി നാളെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വീണ്ടും റിപ്പോർട്ട് കൊടുത്ത് കേസ് പരിഗണിക്കപ്പെടുകയാണ്. കോടതി അത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കും. ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് മിനിസ്റ്റർ പ്രധാനപ്പെട്ട കാര്യം ഈ ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മീഡിയ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, ഈ ശബരിമലയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും എല്ലാ കാലം ചെയ്തിരുന്നത് തന്റെ സുഹൃത്തായ വാസുദേവൻ വഴിയാണെന്ന് പറയുന്നുണ്ട്. ഈവൻ അദ്ദേഹത്തിന് മെയിൽ അയക്കുന്ന പോലും വാസുദേവനാണ്. എന്നിട്ട് ആണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഈ വാസുദേവന്റെ വീട്ടിൽ ഈ കഴിഞ്ഞ 4 വർഷമായി ഇത് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. നാളെ കോടതിക്ക് അത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തിൽ എന്ത് കാര്യമാണ് നാളെ പറയുന്നത് നമുക്ക് നോക്കാം. അതിന് ശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും. നിശ്ചയമായും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഒരു വിഷയം വന്നാൽ, ഇപ്പോൾ മുമ്പ് അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം സഭയിൽ വന്നപ്പോഴും അന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ റോൾ ചെയ്തത് കോടതി മുമ്പാകെ ഇരിക്കുന്നൊരു വിഷയം, പ്രത്യേകിച്ച് 30-ാം തീയതി വീണ്ടും അവധിക്ക് വെച്ചിരിക്കുന്നൊരു വിഷയം, അന്വേഷണത്തിൽ ഉത്തരവിട്ടൊരു കേസും ഇവിടെ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ശരിയല്ല എന്നുള്ള ശരിയായൊരു നിലപാടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ നിയമസഭയിൽ തന്നെ എടുത്തത്. ഞാനും ഈ കാര്യത്തെ സംബന്ധിച്ചോളം സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതി തന്നെ അത് കണ്ടെത്തും. അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്, അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ അത് വ്യക്തമായി. നമ്മൾ സംശയിച്ച പോലെ തന്നെ അതിൻ്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ആസൂത്രിതമായൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അത് നമുക്ക് നാളെ കോടതിയുടെ റിപ്പോർട്ട് കൊടുത്ത് കോടതി പരിഗണിച്ചതിന് ശേഷം പുറപ്പെടുവിക്കുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി ഗവൺമെൻറ് കാര്യങ്ങൾ ആലോചിക്കാം. ഇല്ല, ഏതെങ്കിലും അവതാരങ്ങളുണ്ടെങ്കിൽ ആ അവതാരങ്ങളെയൊക്കെ അകറ്റുന്ന സമീപനമാണ് ഇന്നത്തെ ഭരണസമിതി ദേവസ്വം ബോർഡ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് കൃത്യമായ ആ വിഷയത്തിൽ ഇപ്പോൾ ഭരണസമിതി കൊടുത്ത അഫിഡവിറ്റ് യഥാർത്ഥത്തിൽ കോടതി അംഗീകരിക്കുകയും 2019 ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയം കോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ കോടതി അതിനെ സംബന്ധിച്ച് ഉത്തരവിട്ട് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അത് കൃത്യമായി ശരിയായിരുന്നു. കോടതിയുടെ ആ വിലയിരുത്തലും കോടതിയുടെ നിർദ്ദേശവും നമുക്ക് ഇപ്പോൾ സത്യം വെളിയിൽ കൊണ്ടുവരാൻ സഹായകരമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ ഏറ്റവും സഹായകരമായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതായിരുന്നാലും പണ്ടുണ്ടായിരുന്ന പോലുള്ള സംഭവങ്ങൾ ഇതിൽ ഇപ്പോൾ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും ഇനി വന്നുകൂടാ എന്ന കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ബോർഡാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്വം മാറി നിൽക്കാൻ കഴിയുമോ? കാരണം ഇതൊരു വഴിപാടായി ലഭിച്ച ഒരു സാധനമാണ്. ആ വഴിപാടായി ലഭിച്ച സാധനം എങ്ങനെ തിരികെ വാസ്തുവിന്റെ കയ്യിലെത്തി? അവിടെ മഹസിൽ എഴുതിയിട്ടില്ല, രജിസ്റ്ററിൽ എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡിന് എങ്ങനെ ഇതിന് ചാലുവരാൻ പറ്റും? അതിന് ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും ഇല്ലേ? അതെന്താണെന്നുള്ള പരിശോധിക്കുക. അതിൽ നാളെ കോടതി തീരുമാനിക്കട്ടെ. കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചോളം അന്വേഷണത്തിൻ്റെ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഉത്തരവിട്ട അടിസ്ഥാനത്തിലും ഇപ്പം നാളെ റിപ്പോർട്ട് വിജിലൻസ് എസ് പി കോടതിക്ക് സമർപ്പിക്കും. അതിനെ തുടർന്ന് കോടതി എന്താണോ ഈ വിഷയത്തിൽ പറയുന്നത് അതിന് ശേഷം നമുക്ക് ഈ വാക്കുകളെക്കുറിച്ച് പ്രതികരിക്കാം. മിനിസ്റ്റർ, ഈ വസ്തുത പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വ്യാപകമായി പ്രചരണം ഉണ്ടായി. ഒരു വിഭാഗം മാധ്യമങ്ങൾ വ്യാപകമായി വാർത്ത നൽകി. അതിനെ തുടർന്ന് പ്രതിപക്ഷവും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും വലിയ തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടക്കുകയാണ് തരത്തിൽ പ്രചരണം. അല്ല, അവർക്ക് പണ്ടത്തെ ഓർമ്മകളായിരിക്കും അവരുടെ കാലഘട്ടത്തിൽ. ഇപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടായിട്ടൊരു ആക്ഷേപവും ഈ അടുത്ത കാലത്തെങ്ങും വന്നിട്ടില്ല. വളരെ സുതാര്യമായ പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അവിടുത്തെ എല്ലാ ടെൻഡർ സമ്പ്രദായവും ഈ ടെൻഡറാണ്. എല്ലാം സുതാര്യമായി പ്രവർത്തനങ്ങൾ പോകുന്ന രൂപത്തിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയിലെ പ്രവർത്തനങ്ങളും ആ രൂപത്തിലാണ്. പിന്നിട്ട വർഷത്തെ നിങ്ങൾക്കെല്ലാം അറിയാം, ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി വിജയകരമായി കുറ്റമറ്റ രൂപത്തിൽ കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന കാലഘട്ടത്തിൽ മുന്നോട്ട് പോയത് അത്തരത്തിലുള്ള സുതാര്യമായ പ്രവർത്തനത്തിൻ്റെയും ഒരു ടീം വർക്കിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ട് പഴയ കാലത്തെ ഓർമ്മകൾ വെച്ച് പറയുന്നത് ഇപ്പോൾ ശരിയല്ല. അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഇത് കണ്ടെത്താൻ ഏറെ സഹായകരമായി മാറി.
അതുകൊണ്ട് നാളെ കോടതി തന്നെ തീരുമാനിക്കട്ടെ. SP റിപ്പോർട്ട് കൊടുക്കും. അതിനുശേഷം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് പ്രതികരിക്കാം.